الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സന്ദർഭങ്ങളിലും കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിൽ തഖ്വയുള്ളവരായി ഭയഭക്തിയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഒന്നാമതായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിക്കുന്ന അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യർ എന്ന നിലക്ക് സമൂഹത്തിൽ വിവിധങ്ങളായ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. കുടുംബ ബന്ധവും വ്യക്തിബന്ധവും സാമൂഹിക ബന്ധവും ഒക്കെ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ സമകാലിക വർത്തമാനകാല സാഹചര്യത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക്
നമ്മൾ പോലും അറിയാതെ നമ്മിൽ നിന്നും ചൊർന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ് ജീവിതത്തിലുടനീളം സത്യസന്ധത കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത്. സിദ്ഖുണ്ടാവുക, സത്യസന്ധത കാത്തു സൂക്ഷിക്കുക. നിസാരമായ രീതിയിലാണ് പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ മാത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. സംസാരത്തിൽ സമയം വൈകുമ്പോൾ, എത്താൻ ഉദ്ദേശിച്ച സമയത്ത് എത്താൻ പറ്റാതെ പോകുമ്പോഴൊക്കെ പലരും പരസ്യമായി മറുതലയിലുള്ള എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് കളവ് പറയുന്നത്, ആ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത്ഭുതത്തോടു കൂടി നമ്മൾ പലപ്പോഴും കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുക പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾ, ഞാനിതാ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്താറായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഥലങ്ങൾ പറയാം. അതുപോലെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമൊക്കെ നമ്മളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുമായും എല്ലാ അർത്ഥത്തിലും സത്യസന്ധരായി സിദ്ഖോടുകൂടി ജീവിക്കേണ്ടതിന് പകരം ആ സത്യസന്ധത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ പല സന്ദർഭത്തിലും കാണാറുണ്ട്. മഹാനായ പ്രവാചകൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുനാഫിക്കുകളായ ആളുകളുടെ സ്വഭാവങ്ങൾ, അവരുടെ അടയാളങ്ങൾ, യഥാർത്ഥ വിശ്വാസികളല്ലാത്ത മുനാഫിക്കുകളായ ആളുകളുടെ സ്വഭാവം തിരിച്ചറിയാൻ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് അവരെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അവർ സംസാരിച്ചാൽ കളവ് പറയുന്ന ആളുകളായിരിക്കും എന്നാണ്. മറ്റൊന്ന്, അവർ വിശ്വസിച്ചാൽ ചതിക്കുന്ന ആളുകളായിരിക്കും. മറ്റൊന്ന്, വാഗ്ദത്തം ചെയ്താൽ അവർ ലംഘിക്കുന്ന ആളുകളായിരിക്കും. ഇത്ര ഗൗരവത്തോടെയാണ് സാമൂഹികമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നിടത്ത് വിശ്വാസി ഏത് രീതിയിലായിരിക്കണം എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന. ചോദിച്ചു, സംസാരിച്ചാൽ കളവ് പറയുന്നവർ, വിശ്വസിച്ചാൽ ചതിക്കുന്നവർ, കരാർ ചെയ്താൽ ആ കരാർ പൂർത്തീകരിക്കാത്ത ആളുകൾ. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഇതിന് സമാനമായ സ്വഭാവങ്ങൾ നമ്മൾ വെച്ചു പുലർത്തുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് മാറ്റി നിർത്താൻ, അത് ഇല്ലാതാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുലിൽ ഹഖ്ഖ വലൗ കാന മുറന്ന. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് നമുക്ക് എത്ര പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും സത്യസന്ധമായി അത് പറയാൻ വിശ്വാസികൾക്ക് കഴിയണം. ഖുലിൽ ഹഖ്ഖ, നീ സത്യം പറയണം. വലൗ കാന മുറൻ, അത് എത്ര കൈപ്പേറിയതാണെങ്കിൽ പോലും. ഇപ്പൊ പല ആളുകളെയൊക്കെ നമ്മളിങ്ങനെ നാട്ടിൻ പുറത്തൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, അവർ അവരുടെ കുടുംബ ജീവിതത്തിൽ ഈ സത്യസന്ധത കാത്തു സൂക്ഷിക്കാത്ത ആളുകളാണ്. കെട്ടിക്കൊണ്ടുവന്ന തന്റെ പ്രിയപ്പെട്ടവളെ, അല്ലെങ്കിൽ തന്റെ കൂടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവളെയും പ്രിയപ്പെട്ടവരെയും ചതി പ്രയോഗത്തിലൂടെ, അതല്ലെങ്കിൽ അവര് പോലും അറിയാതെ മറ്റു പല ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ. എത്ര ഗൗരവമാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. തന്റെ പ്രിയപ്പെട്ടവരെയും തന്റെ പ്രിയപ്പെട്ടവളെയും ചതിപ്രയോഗത്തിലൂടെ, അല്ലെങ്കിൽ അവര് പോലും അറിയാതെ മറ്റുള്ള പലരുമായും, അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതി നമുക്ക് വേറെ പറയാം. പക്ഷെ അതോടൊപ്പം അവർ ആ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു കുടുംബ ജീവിതത്തിന്റെ പവിത്രത മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള പലരുമായും അവരുടെ കുടുംബ ജീവിതത്തിന്റെ പവിത്രതയും സത്യസന്ധതയും ഇല്ലാതായിക്കൊണ്ട് ജീവിക്കുന്ന നമ്മൾ കാണുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ 119-ാമത്തെ വചനത്തിലൂടെ നമ്മളോട് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹ് ഖുർആനിൽ പറയാണ്, അല്ലാഹ് പറയാണ്, ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. സത്യസന്ധരായ ആളുകൾക്ക് അവരുടെ സത്യസന്ധത ഉപകരിക്കുന്ന ഒരു ദിവസമാണ് അത് എന്നാണ്. സത്യസന്ധരായ ആളുകൾക്ക് അവർ ജീവിതത്തിലുടനീളം വെച്ചു പുലർത്തിയ സത്യസന്ധത അവർക്ക് ഉപകരിക്കുന്ന ഒരു ദിവസമാണത്. ഏതാണ് ആ ദിവസം? അത് പരലോക ദിവസമാണ്, വിചാരണയുടെ ദിവസം. അതിന് ഖുർആൻ പറയാണ്, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തു കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്.
ഖാലിദീന ഫീഹാ അബദ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളൂ അൻ, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ദാലികൽ ഫൗസുൽ അലീം, ഇത് മഹത്തരമായ ഒരു വിജയമാണ്. എന്റെ അല്ലാഹു ആ മനുഷ്യ സമൂഹത്തെ തൃപ്തിപ്പെടാനുള്ള കാരണം, അവർ ജീവിതത്തിൽ പ്രവൃത്തിയിലും സംസാരത്തിലും മാനസികമായ അവസ്ഥയിലുമൊക്കെ കൃത്യമായ സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരുന്നു എന്നാണ്. ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ, സാമ്പത്തികമായ ഇടപാടുകളിൽ, ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് നോക്കും നിങ്ങൾ. വിശ്വാസി എന്ന നിലയ്ക്ക് സത്യസന്ധമായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള സംഗതിയായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിനെ വളരെ ലാഘവത്തോടു കൂടി നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ്. കളവ് പറയാൻ, അത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരായി നമ്മൾ മാറുന്ന കാലത്താണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഈ ഒരു സംഗതി നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടത്. മഹാനായ പണ്ഡിതൻ സുഫിയാൻ സൗരി, അദ്ദേഹം ഒരു സഹോദരന് കൊടുക്കുന്ന ഉപദേശത്തിന്റെ അദ്ദേഹം ആദ്യമായി പറയുന്നത് എന്താണെന്നറിയോ? അലൈക ബിസ്സിദ്ഖി ഫിൽ മവാത്തിനി കുല്ലിഹാ, ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും ഏത് മേഖലയിലും നീ സത്യസന്ധനായിരിക്കണം എന്നാണ്. അലൈക ബിസ്സിദ്ഖ്, ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. പല ആളുകൾ വരത്തിന് കണ്ടില്ല നിങ്ങള്, ഓൻ പറഞ്ഞാണോ അത് കാര്യാക്കണ്ടാണോ, അയാളാണോ പറഞ്ഞത് എങ്കിൽ അത് മുഖവിലക്കെടുക്കണ്ട. ഓനാണോ ഇപ്പൊ എത്തുന്ന് പറഞ്ഞത്, ഓനാണോ? ഓൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. ഓൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? തരൂലട്ടോ. ഓൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? വരൂലട്ടോ. അവനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെ 5 വക്ത് നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ച്, അവരുമായി ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ പറയും അതിന്റെ ഗൗരവം ആലോചിച്ച് നോക്കൂ. കൃത്യമാണ് ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ സത്യസന്ധമായി ജീവിക്കുവാൻ മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ഇത് കേവലമായി സംസാരത്തിൽ മാത്രം ഉണ്ടാകേണ്ട സത്യസന്ധതയല്ല. നമ്മൾ പലപ്പോഴും സത്യസന്ധത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുക അത് പറയുന്ന സംസാരത്തിൽ മാത്രം ഉണ്ടാവേണ്ടതാണ്. ഇവിടെ പണ്ഡിതന്മാർ അതിനെ 3 രീതിയിൽ അതിനെ കൃത്യമായി പഠിപ്പിച്ചു. ഒന്ന്, സിദ്ഖുൽ ഇൻസാനി മഅ റബ്ബിഹി, തന്റെ രക്ഷിതാവിനോട്, അള്ളാഹുവിനോട് അവന്റെ അടിമ കാണിക്കേണ്ട ഒരു സത്യസന്ധതയുണ്ട്. അതായത് പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവണം. ആരെയും ബോധ്യപ്പെടുത്താൻ ആവരുത് നമസ്കാരം എന്നർത്ഥം. അതായത് ആരാധനകളിൽ ഉണ്ടാവേണ്ടുന്ന സത്യസന്ധത, സത്യമായി അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരാളുടെയും പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക. ആ ചെയ്യുന്ന പ്രവർത്തനത്തിൽ അവൻ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹ്, റിള, ഇത് മാത്രമായിരിക്കണം. അതിനപ്പുറം ഒന്നും പ്രവർത്തിക്കാതിരിക്കുമ്പോഴേ ആരാധനയിൽ തന്റെ രക്ഷിതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മനുഷ്യന് സത്യസന്ധത എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തത് സിദ്ഖുൽ ഇൻസാനി മഅ നഫ്സിഹി, നമുക്ക് നമ്മോട് തന്നെ ഉണ്ടാകുന്ന ഒരു സത്യസന്ധതയുണ്ട്, ഒരു സിദ്ഖുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇവിടെ കൃത്യമായി പറയണം, മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം പ്രവർത്തിക്കുന്നവനായി നമ്മൾ മാറാൻ പാടില്ല. പലപ്പോഴും വീഴ്ചകൾ വന്നു പോകുമ്പോ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു പോകുന്ന ആളുകൾ അസ്വസ്ഥരാകാൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇല്ല ഒന്നുമില്ല, അതൊരു കളവ് പറഞ്ഞതായിരിക്കും, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തതായിരിക്കും, ഒരാൾ ആ രീതിയിൽ ദ്രോഹിച്ചതായിരിക്കും. അതുകൊണ്ടാണ് സിദ്ഖുൽ ഇൻസാനി മഅ നഫ്സി എന്ന് പറഞ്ഞത്. നമുക്ക് നമ്മോട് തന്നെയുള്ള ഒരു വിശ്വസ്തത. അതുപോലെ സിദ്ഖുൽ ഇൻസാനി മഅൽ ആഖിരീൻ, മറ്റുള്ള ആളുകളുമായി വെച്ചു പുലർത്തുന്ന സത്യസന്ധത. 3 രീതിയിലാണ് പറഞ്ഞത്. ഒന്ന് റബ്ബിനോട്, ഒന്ന് നമ്മളോട്, മൂന്നാമത്തത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ, ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളോടും. അത് ചെറിയ കുട്ടി മുതൽ അങ്ങോട്ട് എത്ര പ്രായം ചെന്ന ആളുകൾ വരെയും അത് അവർ വ്യത്യസ്ത ശ്രേണിയിലായിരിക്കും. അവർ കൂട്ടുകാരായിരിക്കും, അവർ അയൽവാസികളായിരിക്കും, അവർ മക്കളായിരിക്കും, അവർ പ്രിയപ്പെട്ടവരായിരിക്കും, അവർ സഹപ്രവർത്തകരായിരിക്കും, അവർ കച്ചവടം ചെയ്യുന്ന ആളുകളായിരിക്കും, അവർ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്ന ആളുകളായിരിക്കും. ഇങ്ങനെ എല്ലാ മേഖലയിലും സത്യസന്ധരാവാൻ. അപ്പൊ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി തിരിച്ചു കൊടുക്കുമ്പോൾ 1 രൂപയോ 2 രൂപയോ ഒക്കെ ബാലൻസ് കൊടുക്കാണ്ടാവും. നമ്മൾ അന്നേരം പറയും ഞാൻ തരാം, ചില്ലറ കിട്ടുമ്പോ തരാം, ബസ്സിൽ കയറിയാൽ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുമ്പോഴൊക്കെ. ആ സമയത്തെങ്ങാനും അയാളെ മനസ്സിലുണ്ടാകുന്ന ഒരു ഉദ്ദേശങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കൂ. അവൻ വാങ്ങാതെ പോയത് എനിക്ക് എടുക്കാന്നുള്ളതാണ് ആലോചിച്ച് നോക്കും. മിക്ക ആളുകൾക്കും അത് വാങ്ങാൻ മറന്നുപോയി ചെയ്യും. മിക്ക ആളുകൾക്കും ആ 1 രൂപ 2 രൂപ ചിലപ്പോ വാങ്ങാൻ മറന്നു പോകും. ആ പറയുന്ന സമയത്ത് അത് നൽകാൻ വേണ്ടി
ഉത്തരവാദിത്തപ്പെടുത്തിയ ആളെ മനസ്സിൽ അവൻ വാങ്ങാതെ പോയാൽ ഈ 1 രൂപ എനിക്ക് ലാഭം എന്ന മനസ്സാണെങ്കിൽ അത് ഗൗരവമുള്ള സംഗതിയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, സത്യസന്ധരാവുക എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ ഒരു ക്വാളിറ്റിയാണ്. മഹാനായ പ്രവാചകൻ തന്റെ അടുത്ത സുഹൃത്തായി സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഒരു മഹത്തരമായ ഒരു വിളിപ്പേരുണ്ട്, സിദ്ദീഖ് എന്നാണ്. സിദ്ദീഖ്, പറയുന്ന കാര്യങ്ങളെ സത്യപ്പെടുത്തുന്നവൻ. അദ്ദേഹത്തിന്റെ സംസാരവും പ്രവാചകനുമായുള്ള വ്യക്തിബന്ധത്തിലെ ഉന്നതമായ ആ ഒരു മൂല്യങ്ങളുമാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഈ രീതിയിൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി സ്വീകരിക്കാനുള്ള കാരണം. ആ രീതി നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളുമായി ഇടപെടുന്ന മുഴുവൻ ആളുകളോടും ഈ കൃത്യമായ സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു 4 കാര്യം കൂടെ. അതിലൊന്ന്, നമ്മൾ സത്യസന്ധത എന്ന് പറയുന്നത് ഏതെല്ലാം കാര്യങ്ങളിലുമാണ്. നമ്മൾ പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മുടെ സംസാരത്തിൽ മാത്രം. ഒന്ന് സംസാരം തന്നെയാണ്, അസ്ദിഖു ബിൽ ഖൗൽ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധത ഉണ്ടായിരിക്കണം. സത്യമേ നമ്മൾ പറയാൻ പാടുള്ളൂ, ഹക്കായതേ നമ്മൾ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും, പ്രതിസന്ധികൾ ഉണ്ടായാലും, മാനനഷ്ടം ഉണ്ടായാൽ പോലും കളവ് പറയുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അസ്ദിഖു ബിൽ ഫിഅൽ. നമ്മൾ പ്രവർത്തിക്കുന്ന രംഗത്ത് നമ്മൾ കാണിക്കേണ്ടുന്ന സത്യസന്ധതയാണ്. പ്രവർത്തന മേഖലയിൽ യാതൊരു തരത്തിലും ആ സത്യസന്ധതക്ക് നിരക്കാത്ത ഒരു കാര്യവും, ഒരു വഞ്ചനയും, ഒരു ചതിയും, കരാർ പാലിക്കാത്തൊരവസ്ഥയും ഒന്നും നമ്മുടെ പ്രവർത്തന മേഖല എവിടെ ഉണ്ടാവാൻ പാടില്ല. ഒരു അമാനത്ത് ഏറ്റെടുക്കുമ്പോ, ഒരു പദവി നമ്മളിലേക്ക് വന്നു ചേരുമ്പോ ആ മേഖലയിൽ നമ്മൾ കൃത്യമായി കാത്തു സൂക്ഷിക്കണം. മൂന്നാമത്തെ കാര്യം, അസ്ദിഖു ബിൽ അസ്ം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലെ സിദ്ഖാണ്. എന്താ തീരുമാനങ്ങളിൽ സിദ്ഖ് എന്ന് പറഞ്ഞാൽ, ഞാൻ നാളെ വരാം, 10 മണിക്ക് വരാം. അപ്പൊ ആ പറയുന്ന സമയത്ത് തന്നെ മനസ്സിലുണ്ടാവും, ഞാൻ 10 മണിക്ക് എത്തൂല, അല്ലെ? ഞാൻ നാളെ തരാം. കടം വാങ്ങി, അല്ലെങ്കിൽ പൈസ ചോദിച്ചു, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വല്ല സഹായവും ചോദിച്ചു, ഞാൻ തരാം, ഞാൻ ചെയ്യാം, ഞാൻ വരാം എന്നൊക്കെ പറയുമ്പോ തന്നെ മനസ്സിൽ അത് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവില്ല. ആ രീതിയിൽ പറയുന്നിടത്തും തീരുമാനങ്ങളിൽ പോലും സത്യസന്ധത കാത്തു സൂക്ഷിക്കാത്തവരായി വിശ്വാസികൾ മാറാൻ പാടില്ല. നാലാമത്തത്, അസ്ദിഖു ബിന്നിയ്യ. നിയ്യത്തിൽ ഉണ്ടാവേണ്ട സത്യസന്ധതയാണ്. അതായത് പുണ്യം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. അതിനപ്പുറം മറ്റു റിയാവ് ആഗ്രഹിച്ചുകൊണ്ട്, മറ്റുള്ള ആളുകൾ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് ചെയ്യാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, അസ്ദിഖു ബിദ്ദീൻ എന്നാണ്. നമ്മുടെ മതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സത്യസന്ധതയുണ്ട്. അത് നമസ്കാരങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ടായിരിക്കണം. അതുപോലെ തവക്കുൽ അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടായിരിക്കണം. അതുപോലെ സ്വബർ കൃത്യമായി കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം. ഈ രീതിയിൽ സത്യസന്ധതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വിവിധ തലങ്ങൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം, ആളുകൾ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും സുപ്രധാനമായ കാരണം, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ പുലർത്തിയ ഇതുപോലെയുള്ള ഉന്നതമായ മൂല്യങ്ങളായിരുന്നു നമുക്ക് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. വിശ്വാസിയാണോ, മുസ്ലിമാണോ, അയാൾ ഒരാളെ ചതിക്കൂല, അയാൾ സത്യസന്ധനായിരിക്കും എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ സുദുക്കും സത്യസന്ധയും ഉയർന്നു നിൽക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ പരസ്പരം വിശ്വാസം ഉണ്ടാവും. അത് കുടുംബത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളിലും അത് ഉണ്ടാകും. അതില്ലാത്തിടത്തോളം കാലം ഇത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതാണ്. എന്നെ കുറിച്ച് എന്റെ കുടുംബാംഗങ്ങൾക്കുള്ള ഒരു ധാരണ, എന്റെ നാട്ടിലെ ആളുകൾക്കുള്ള ഒരു ധാരണ, എന്റെ മഹല്ല് കമ്മിറ്റിക്കുള്ള ഒരു ധാരണ, എന്റെ കൂട്ടുകാർക്കുള്ള ഒരു ധാരണ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു ധാരണ, അത് മോശമാണ് എങ്കിൽ അത് തിരുത്താനും അത് ജീവിതത്തിൽ പ്രാവർത്തികമായി റസൂൽ പഠിപ്പിച്ചതുപോലെ, പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ, ഖുർആൻ നമ്മോട് ഉണർത്തിയതുപോലെ സത്യസന്ധമായ ജീവിതം കാത്തു സൂക്ഷിക്കാൻ, അത് വാക്കിലും പ്രവൃത്തിയിലും തീരുമാനങ്ങളിലും നിയ്യത്തിലും മതപരമായ കാര്യങ്ങളിലും ഒക്കെ സത്യസന്ധത കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിനുള്ള സത്യസന്ധത പുലർത്തി, നമ്മൾ നമ്മളോട് കാണിക്കേണ്ട സത്യസന്ധത പുലർത്തി, നമ്മൾ സമൂഹത്തോട് കാണിക്കേണ്ട സത്യസന്ധത പുലർത്തിയിട്ട് നമ്മൾ റബ്ബിനെ കാണുമ്പോ ആ ഖുർആൻ ആയത്ത് സൂചിച്ചതുപോലെ
താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന ശാശ്വതമായ സ്വർഗത്തിന്റെ അവകാശികളായി നമ്മൾ മാറും. ആ രീതിയിൽ സ്വർഗം നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് നടന്നത് ഏറെ വേദനാജനകമായ ഒരു സംഭവമാണ്. ഒരുപാട് കാലം സ്വസ്ഥമായ ഒരു സാഹചര്യത്തിലൂടെ അങ്ങനെ ജീവിച്ചു വരുന്ന ഒരു നാട്ടിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ നിരപരാധികളായ 26ഓളം ജീവനുകളെ അതിക്രൂരമായി കൊന്നൊടുക്കിയ വാർത്തയാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. എപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ ഇതിന്റെ പിന്നിലും മുസ്ലിം നാമധാരികളായ ചില ആളുകളാണ് എന്നത് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മെ ഏറെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം വിശ്വാസിക്ക് ഒരിക്കലും ഇത്രമേൽ ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല എന്നത് തന്നെയാണ്. വിശ്വാസി ഒരിക്കലും ഇങ്ങനെ ഭീരുവായി ജീവിക്കുകയുമില്ല. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒളിത്താവളം ഒളിഞ്ഞിരുന്ന് ഇതുപോലെ നിഷ്കളങ്കരായ നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ചേർന്നൊരു പണിയല്ല. വിശുദ്ധ ഖുർആനിൽ ഇതിൽ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, പൊതുവെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെതിരെ ഒരു വലിയ ക്യാമ്പയിന് പോലെ കൊണ്ടുവരാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, അതിന്റെ രാഷ്ട്രീയമോ അതിന്റെ പിന്നാമ്പുറങ്ങളിലെ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊന്നും ഒരു പള്ളിയെ വെച്ചുകൊണ്ട് ഈ രീതിയിൽ ഇവിടെ മെമ്പറിൽ വെച്ചുകൊണ്ട് സൂചിപ്പിക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയം ഉണ്ടാവാം, അതുപോലെ മറ്റുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടാവാം. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി, അതുപോലെ ഈ ജമ്മു കാശ്മീരിന്റെ പ്രത്യേകമായ ഒരു പദവി എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട ഭരണപരമായ ചില നീക്കങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ സൂചിപ്പിക്കേണ്ട ആവശ്യം നമുക്കതറിയാം. ഇസ്ലാമികമായി ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയതൊരു മുസ്ലിം ആണെങ്കിൽ അത് ഒരിക്കലും അയാൾക്ക് ചേർന്നതല്ല എന്ന് ഖുർആൻ പറയാണ്. ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിൽ അല്ലാഹു പറയുന്നുണ്ട്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒട്ടും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരാള് മറ്റൊരാളെ ന്യായമല്ലാത്ത ഒരു കാര്യം കൊണ്ട് കൊല്ലാൻ പാടില്ല. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, ഒരു കൊലപാതകത്തിന്റെ പേരിൽ അതിന്റെ ഒരു കിസാസ് എന്ന നിലക്ക്, പ്രതിക്രിയ എന്ന നിലക്കല്ലാതെ ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ പാടില്ല. ഔ ഫസാദിൻ, ഏതെങ്കിലും നിലക്ക് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു സന്ദർഭത്തിൽ കൊല നടത്തുക എന്നുള്ളതല്ലാതെ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, നിരപരാധിയായ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ അന്യായമായി കൊന്നുകളഞ്ഞാൽ, ഖുർആൻ പറഞ്ഞത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നുകളഞ്ഞതുപോലെയാണ്. ഇവിടെ ഈ 26ഓളം വരുന്ന ആളുകളെ കുടുംബത്തോടൊപ്പം അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്തു വന്നിട്ടുള്ള ആളുകളെ പ്രിയപ്പെട്ട മക്കൾക്ക് മുമ്പിൽ, പ്രിയപ്പെട്ട ഇണകൾക്ക് മുമ്പിൽ നിഷ്ഠൂരമായി കൊന്നുകളയുന്ന ആളുകളെ ഏതർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്? ഖുർആൻ പറഞ്ഞു, അവരാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു കൊലപാതകം നടത്തി വന്ന ആളുകളാണോ? അതല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വന്ന ആളുകളാണോ? അല്ലല്ലോ. അവരൊക്കെ ഈ സ്വസ്ഥപൂർണമായി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി വന്നവരാണ്. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് അവർ ഈ ഭൂമി ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നുകളഞ്ഞവരെ പോലെയാണ്. ഇനി ഖുർആൻ അതിന്റെ ബാക്കിയായി പറഞ്ഞു, ഇനി ആരെങ്കിലും മറ്റൊരാൾക്ക് ജീവിക്കുവാനുള്ള ഒരു ഉപാധി ഉണ്ടാക്കി കൊടുത്താൽ, സാമ്പത്തികമായി ശാരീരികമായി ഏതെങ്കിലും നിലയ്ക്ക്
ഒരു മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമുള്ള ഒരു വഴി, ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ അവൻ അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും അവൻ ജീവിപ്പിച്ചവരെ പോലെയാണ്. ഇങ്ങനെ കൃത്യമായി ഖുർആൻ ആയത്തുകൾ പറയുന്ന ഒരു മതഗ്രന്ഥം കൈകളിൽ പിടിച്ചുകൊണ്ട് വിശ്വാസിയായ ഒരു മനുഷ്യനും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനാവില്ല. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പച്ചക്കരളുള്ള ഏതൊരു ജീവിക്കും ഗുണം ചെയ്യുന്നത് പുണ്യമാണ്. പച്ചക്കരളുള്ള ഏതൊരു ജീവിക്കും ഗുണം ചെയ്യുന്നത് പുണ്യമാണ് എന്ന് പഠിപ്പിച്ച റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ, നീണ്ട താടിയും തലപ്പാവും നിസ്കാര തഴമ്പുമുള്ള ആളുകളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അവരാണിത് ചെയ്തെന്ന് പറയുമ്പോ ഈ ചെയ്ത ആളുകളാണ് അവർ എങ്കിൽ ഇത് അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു അവരെ കൃത്യമായി പിടികൂടും. അതിന്റെ പേരിൽ കൃത്യമായി ശിക്ഷിക്കപ്പെടും എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ അത്തരം കൊലപാതകങ്ങൾ നടത്താൻ, അത്തരം അക്രമങ്ങൾ നടത്താൻ വിശ്വാസിക്ക് വിശ്വാസപരമായ ഒരു പഴുതും ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നില്ല. മാത്രമല്ല, ജീവിക്കുന്ന നാടും ആ നാട്ടിലെ വ്യവസ്ഥകളുമായി കൃത്യമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവരാണ് ഏതൊരു മുസ്ലിമും. അത് മനുഷ്യത്വപരമായി നമ്മുടെ മനസ്സിലുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ഈ നാടിനോട് നമ്മുടെ സ്നേഹവും ആ ജീവിക്കുന്ന നാടിനോട് നമ്മുടെ കൂറും അത് ഏതൊരു സന്ദർഭത്തിലും സാഹചര്യത്തിലും വെച്ചു പുലർത്താൻ ബാധ്യതപ്പെട്ട ആളുകളുമാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും. ആ രീതിയിൽ തന്നെ ആയിരിക്കണം ഇതുപോലെയുള്ള ഓരോ വിഷയത്തിലും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രതികരണങ്ങളും. അതിൽ ആത്യന്തികമായി ഇത് മാത്രമാണ്, ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുന്നത് ഇസ്ലാമികമല്ല, അത് അനിസ്ലാമികമാണ്. അവർ ചെയ്തത് മഹാക്രൂരതയാണ്, മഹാ അക്രമമാണ്. അതിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അവർ കൃത്യമായി വിചാരണ ചെയ്യപ്പെടുകയും അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ നമ്മെ പഠിപ്പിക്കുന്നു. ആ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുക. അത്തരത്തിൽ നമ്മുടെ നാട്ടിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ, അത് ഏത് പ്രദേശത്താണെങ്കിലും അത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അസമാധാനത്തിന്റെ വിത്തുകളെയും അള്ളാഹു നശിപ്പിച്ച് സമാധാനത്തോടെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ തൻമിയത്തുൽ ഇസ്ലാം അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസത്തുൽ മനാർ ചാലിയം, നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി ഈ നമ്മുടെ മണ്ഡലത്തിനകത്തും സ്റ്റേറ്റ് തലത്തിലൊക്കെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ഒരു വലിയ സ്ഥാപനമാണ് നമ്മുടെ മദ്രസ. ഇൻഷാ അല്ലാഹ് ഈ ജൂൺ മുതൽ അതിന്റെ പുതിയ അധ്യയന വർഷം ആരംഭിക്കും. അതിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും മദ്രസ വിദ്യാഭ്യാസത്തിന് അത്ര വേണ്ടത്ര ഒരു പ്രാധാന്യമൊന്നും കൊടുക്കൂല. നമ്മൾ ചിലപ്പോ ഈ ആദർശവുമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും, കുറച്ച് ദൂരെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പൊ രാവിലെ വരാനുള്ള പ്രയാസമൊക്കെ ഇങ്ങനെ അനുഭവിച്ച് നമ്മൾ എന്ത് ചെയ്യും, മിക്കപ്പോഴും മക്കളെയൊക്കെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും മറ്റു മദ്രസയിലൊക്കെ ആക്കും. നമ്മുടെ നാട്ടിലൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. ചിലപ്പോൾ നമ്മുടെ മഹലിൽ നിന്ന് മദ്രസയിൽ നിന്ന് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ അകലത്തേക്ക് ചില ആളുകളുടെ വീട്. അതുകൊണ്ട് അവസാനം സംഭവിച്ചത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? വാപ്പാരൊക്കെ നല്ല ഇസ്ലാഹി പ്രവർത്തകരായിട്ട് നിൽക്കുമ്പോ മക്കള് വാപ്പാര് മുജാഹിദ് മഹലുകളിലേക്ക് ഇങ്ങനെ വരുമ്പോ മക്കള് നേരെ തലതിരിഞ്ഞ് മറ്റുള്ള മാർഗത്തിലേക്ക് വഴിപെട്ടു പോകുന്ന ഒരു സാഹചര്യങ്ങൾ. അതുകൊണ്ട് പറയണം നമ്മൾ നമ്മുടെ ഈ ആദർശവും നമ്മുടെ ഈ ഒരു സംസ്കാരവും നമ്മുടെ ഈ മതമൂല്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ചെറിയ പ്രായം മുതൽ അവർക്ക് മതബോധങ്ങൾ കൊടുക്കണം. അതിനെന്ത് വേണം? അത് നമ്മുടെ മദ്രസയിൽ പഠിക്കണം. അത് നമ്മുടെ മദ്രസ നൽകുന്ന ഒരുപാട് അവസരം 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലേക്കാണ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഈ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സവും ഇല്ലാത്ത സമയക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത്. വാഹന സൗകര്യമുണ്ട്, ഫീസ് ഇല്ല, പുസ്തകം അത് ഫ്രീ ആണ്, വാഹന സൗകര്യം പോലും സൗജന്യമാണ്. അപ്പൊ ആ നിലക്ക് നമ്മുടെ മദ്രസ അതിന്റെ അക്കാദമിക തലവും അതിന്റെ അക്കാദമികേതരമായ തലവും ഒക്കെ വളരെ ഉയർന്നു നിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ മദ്രസ മണ്ഡലം സർഗമേളകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഒരുപാട് അവാർഡുകളും കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളും ഒക്കെ ലഭിച്ച ഒരു മദ്രസ എന്നുള്ള നിലയ്ക്ക് മക്കൾ മാതൃകാപരമായി നമ്മുടെ മദ്രസയിൽ തന്നെ പഠിപ്പിക്കണം. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ രീതിയിൽ അതിനെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന് പള്ളിയിൽ നടക്കുന്ന കളക്ഷൻ നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സംഭാവനകൾ, സഹായം
ആ നിലക്ക് നിങ്ങൾ നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഓരോ നന്മയെയും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മനുഷ്യരെന്ന നിലക്ക് നമ്മിൽ വന്നു പോകുന്ന പിഴവുകൾ റഹ്മാനായ റബ്ബ്, ഗഫ്ഫാറായ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അസമാധാനത്തോടു കൂടി ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും അള്ളാഹു സമാധാനപൂർണമായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ഏറെ പ്രയാസവും ദുരിതവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. മാരകമായ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള മുഴുവൻ സഹോദരങ്ങളുടെയും പ്രയാസം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. സമാധാനപൂർണമായ ശാന്തിപൂർണമായ ജീവിതം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത കുറെ ആളുകളുണ്ട്. കരഞ്ഞുകൊണ്ട് പറഞ്ഞവരുണ്ട്, നെടുവീർപ്പോടുകൂടി പറഞ്ഞവരുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങളെ ദൂരീകരിച്ച് സമാധാനത്തോടെയുള്ള ജീവിതം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോയി, നമ്മുടെ ഇണകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ പലരും നമുക്ക് മുന്നേ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് യാത്രയായിട്ടുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണ റഹ്മാനെ. അള്ളാഹുവേ, അവർക്ക് നിന്റെ സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പല വിധത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അള്ളാഹുവേ, ഞങ്ങളുടെ മഹല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവേ, അവർക്കൊക്കെയും നീ ശിഫ നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وسائر عباداتنا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا، ربنا تقبل منا صلاتنا وصيامنا وسائر عباداتنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين والسلام على المرسلين.